ഏത് വലിയ കുലകൊമ്പനും അവസാനം മുട്ടുകുത്തേണ്ടി വരും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാണ്. കഴക്കൂട്ടത്തിന്റെ മണ്ണിൽ താമര വിരിയിച്ച ശ്രീ വി മുരളീധരനാണ് ഇന്ന് എനിക്കൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. നമസ്കാരം. ഈ കടകംപള്ളിക്ക് കടും കൂട്ടിയിട്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി തരാനുണ്ടാകും. BJP-ക്കാർക്ക് വിസിറ്റേഴ്സ് ഗാലറിയിൽ മാത്രമേ സ്ഥലമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആൾക്കാർ, അവരുടെ പാർട്ടി ഇന്ന് പല സംസ്ഥാനങ്ങളിലും അവർക്ക് വിസിറ്റേഴ്സ് ഗാലറി കയറാൻ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയായിട്ട് മാറി. അതിനുവേണ്ടി പാസ് കൊടുക്കണമെങ്കിൽ ഒരു MLA വേണം. കഴക്കൂട്ടത്തെ ഈ വിജയം, ഒപ്പം തന്നെ കേരളത്തിലെ 3 താമരകൾ, ഇത് നമുക്കറിയാം ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ മാത്രം പോരാട്ടത്തിന് വിജയമല്ല. കഠിനമായിട്ടുള്ള അധ്വാനവും വിയർപ്പും മാത്രമല്ല, നിരവധി പേരുടെ രക്തത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. കഴക്കൂട്ടത്തെ BJP-യുടെ ജയം എത്രത്തോളം സന്തോഷം തരുന്നുവോ അത്രത്തോളം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ തോൽവി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അമ്മമാർ, സഹോദരിമാർ, അവരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് സഹോദരിമാരും വലിയ തോതിൽ പരസ്യമായിട്ട് ചർച്ച ചെയ്യാനൊന്നും വന്നില്ല. പക്ഷേ അവർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്തു. നമസ്കാരം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം രചിച്ചുകൊണ്ടാണ് 3 താമരകൾ കേരളത്തിൻ്റെ മണ്ണിൽ വിരിഞ്ഞത്. അതിലേറ്റവും ശ്രദ്ധേയമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് കഴക്കൂട്ടം. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന് ശേഷം കഴക്കൂട്ടത്തിൻ്റെ മണ്ണിൽ താമര വിരിയിച്ച ശ്രീ വി മുരളീധരനാണ് ഇന്ന് എനിക്കൊപ്പം ചേരുന്നത്. സർ നമസ്കാരം. നമസ്കാരം. കഴക്കൂട്ടത്തെ ഈ വിജയം, ഒപ്പം തന്നെ കേരളത്തിലെ 3 താമരകൾ, ഇത് നമുക്കറിയാം ഒരു തിരഞ്ഞെടുപ്പ് കാലത്തെ മാത്രം പോരാട്ടത്തിന് വിജയമല്ല, വർഷങ്ങളായിട്ടുള്ള ഒരുപാട് പേരുടെ അധ്വാനത്തിൻ്റെ കഠിനമായ പ്രയത്നത്തിൻ്റെ വിജയമാണ്. എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും ആ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. കഠിനമായിട്ടുള്ള അധ്വാനവും വിയർപ്പും മാത്രമല്ല, നിരവധി പേരുടെ രക്തത്തിൻ്റെയും കൂടി ഫലമായിട്ടാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത്. അവരുടെ ജീവിതം തന്നെ ഈ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബലിയർപ്പിച്ചിട്ടുള്ള ആളുകൾ, അതോടൊപ്പം വളരെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ, അധികാരത്തിൻ്റെ ഒരു പ്രതിഫലവും സ്വപ്നത്തിൽ പോലും ഇല്ലാതിരുന്ന കാലത്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ പ്രാർത്ഥനയുടെ, അവരുടെയൊക്കെ ആഗ്രഹത്തിൻ്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ 3 മണ്ഡലങ്ങളിൽ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ ഓർമ്മകൾ തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA-മാർ തുടർന്നുള്ള കാലങ്ങളിൽ അവരുടെ മണ്ഡലങ്ങളിലും പൊതുസമൂഹത്തിലും പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 3 പേരാണെങ്കിലും 30 പേരുടെ പവറോട് കൂടിയിട്ടാണ് നിയമസഭയിലേക്ക് എത്തുന്നത് എന്ന് നമ്മളെല്ലാവരും പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്കറിയാം ഒരുപാട് പേർ തന്ന ഊർജ്ജമാണ് 3 പേരായി നമ്മൾ നിയമസഭയിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് നിയമസഭയെക്കുറിച്ച് പറയുമ്പോൾ ഇടതും വലതും മാറി മാറി ഇരുന്ന് അവരുടെ ഇഷ്ടത്തിന് ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കി വിടുന്നൊരു സാഹചര്യം കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു തടയിടാൻ കൂടിയല്ലേ ഈ 3 പേരും നിയമസഭയുടെ പടിയേറുന്നത്? തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് 3 ജനപ്രതിനിധികൾ കേരളത്തിൻ്റെ നിയമസഭയിലുണ്ടാകുമ്പോൾ അതൊരു പുതിയ ശബ്ദം ആണ് അവിടെ അവരിലൂടെ ഉയർന്നു വരാൻ പോകുന്നത്. ആ ശബ്ദം ഇന്നുവരെ കേരളം കേട്ടിട്ടില്ലാത്ത, കേരളത്തിൻ്റെ നിയമസഭ കേട്ടിട്ടില്ലാത്തൊരു ശബ്ദമായിരിക്കും. BJP RSS എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു അസ്പൃശ്യരായിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള ധാരണ പരത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കേരളത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം, അങ്ങനൊരു സാഹചര്യത്തെ നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതിയിലാണ്, അങ്ങനെയുള്ള ഒരു കമ്പൽഷനിലാണ് ഇപ്പോഴത്തെ ഭരണപക്ഷവും പ്രധാന പ്രതിപക്ഷവും. അപ്പോൾ ഇനി സർക്കാരിനും BJP-യോട് ആയിട്ട് ഇടപെടേണ്ടി വരും, പ്രതിപക്ഷത്തിനും BJP-യുമായിട്ട് ഇടപെടേണ്ടി വരും. അപ്പോൾ BJP-ക്കെതിരായിട്ട് കൽപ്പിച്ചിരുന്ന BJP-ക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടി താഴെയുള്ള ആളുകളാണ് എന്നുള്ള തരത്തിലുള്ള ധാരണ, ഈ ധാരണയ്ക്ക് പകരം ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനപ്രതിനിധികളും ഈ രാജ്യത്തെ ജനങ്ങൾ പിന്തുണച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് എന്നുള്ള നിലയിൽ ആ ആളുകളോടുകൂടി ഇടപെടാൻ സർക്കാരും പ്രതിപക്ഷവും നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം.
ആ സാഹചര്യം കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം നമ്മൾ കഴക്കൂട്ടത്തെക്കുറിച്ച് എടുക്കുമ്പോൾ നമുക്കറിയാം അവസാന നിമിഷം വരെ ഏറെ നെഞ്ചിടിപ്പോടുകൂടി കാത്തിരുന്ന ഒരു ഫലമാണ്, ഏറെ സന്തോഷം നൽകിയ ഒരു ഫലം കൂടിയാണ്. എങ്ങനെയായിരുന്നു ആ ഒരു നിമിഷത്തെ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ഒരു കണക്കുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കണക്കാക്കിയതിൽ നിന്ന് കിട്ടിയ വോട്ടുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏറ്റക്കുറച്ചിലുകളുണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് പ്രതീക്ഷിച്ചത്ര കിട്ടിയില്ല, ചില സ്ഥലങ്ങളിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം കൂടുതൽ കിട്ടി. അതുകൊണ്ട് ഈ അവസാന ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പകുതി എത്തിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്കറിയാമായിരുന്നു ഇനി വരാൻ പോകുന്ന പകുതി കുറെ കൂടി നമുക്ക് അനുകൂലമായിട്ടുള്ള പകുതിയാണ് എന്നുള്ളത്. അവസാനത്തെ 4 റൗണ്ട് എത്തുമ്പോൾ ആ 4 റൗണ്ടിലും BJPക്ക് ലീഡ് കിട്ടുന്ന റൗണ്ടുകളാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയൊരു ആശങ്കയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റും. പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ലെങ്കിൽ ഒരു പക്ഷേ പ്രശ്നമുണ്ടാകും. ഇപ്പം നമുക്കറിയാം കഴക്കൂട്ടത്തെ BJPയുടെ ജയം എത്രത്തോളം സന്തോഷം തരുന്നുവോ അത്രത്തോളം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വിശ്വാസികളെ സംബന്ധിച്ച് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ്റെ തോൽവി എന്ന് പറയുന്നത്. ഏറെ വേദനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ ഏറെ ദ്രോഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. തോൽക്കണമെന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് പേർ ആഗ്രഹിച്ചൊരു കാര്യമാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലമാണ്. ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ച വികസനവും വിശ്വാസ സംരക്ഷണവും എന്നുള്ള ആശയം, ആ ആശയം ഗ്രൗണ്ട് ലെവലിൽ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിശക്തമായിട്ടുള്ള വേരോട്ടമുള്ള ഒരു മണ്ഡലം കൂടിയാണിത്. 28-ൽ 14 കൗൺസിലർമാർ കോർപ്പറേഷനിലേക്ക് BJP ടിക്കറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും 10 സീറ്റിൽ മാത്രം ജയിച്ച CPM വോട്ടിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ മുന്നിലാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൻ്റെ കണക്കതാണ്. അപ്പോൾ അതുകൊണ്ട് ആ വോട്ടിൻ്റെ ഇടയിലാണ്, ആ ഒരു സാഹചര്യത്തിലാണ് ഈ മണ്ഡലത്തിൽ ജയിക്കുക എന്നുള്ള ഒരു വെല്ലുവിളി പാർട്ടി ഏറ്റെടുത്തത്. അത് പാർട്ടി പ്രവർത്തകരുടെയും എല്ലാവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് നമുക്കത് സാധിച്ചു. അത് ഈ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ജനങ്ങളുടെ മുന്നിൽ ഒരു നിർദോഷിയാണ് എന്നുള്ള ഒരു ധാരണ പരത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ധാർമ്മികമായിട്ടുള്ള ഒരു അധികാരം മാത്രമേ മന്ത്രിക്ക് ദേവസ്വത്തിലുള്ളൂ എന്നുള്ള ഒരു ധാരണ പരത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ജനങ്ങളതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വലിയ പ്രചരണമൊന്നും ഇറക്കേണ്ടി വന്നിട്ടില്ല വാസ്തവത്തിൽ. കാരണം ഞാൻ കുടുംബയോഗങ്ങളിൽ പോയപ്പോൾ ഞാൻ ജനങ്ങളോട് എല്ലാവരോടും എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ആദ്യം പറയുന്നത് അവിടുത്തെ കുടിവെള്ള പ്രശ്നം, അവിടുത്തെ തെരുവുനായ പ്രശ്നം, അവിടുത്തെ റോഡുകളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ശബരിമലയെക്കുറിച്ചുള്ള വിഷയം ആരെങ്കിലും ഒരാൾ അങ്ങോട്ട് ചോദിച്ചു എന്നിരിക്കട്ടെ, അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ശബരിമല ഞങ്ങളുടെ മനസ്സിലുണ്ട്, ആ പ്രശ്നം അത് ഞങ്ങൾക്കറിയാം, അത് പ്രചരിപ്പിക്കേണ്ട ആവശ്യമോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, ഞങ്ങളത് കാര്യത്തിലൊരു തീരുമാനം എന്തായിരിക്കണമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകിച്ച് അമ്മമാർ, സഹോദരിമാർ, അവരുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുള്ളൊരു സംഭവമാണ് ശബരിമലയിൽ ഈ ആചാര സംരക്ഷണം, ആചാര ലംഘനം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമവും പിന്നീട് ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളി. അപ്പോൾ അത് സഹോദരിമാരും വലിയ തോതിൽ പരസ്യമായിട്ട് ചർച്ച ചെയ്യാനൊന്നും വന്നില്ല. പക്ഷേ അവർ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്തു. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നമുക്കറിയാം അനന്തപുരിയെ സംബന്ധിച്ച് ഇപ്പോൾ കോർപ്പറേഷൻ BJP ആണ് ഭരിക്കുന്നത്. ഇപ്പോൾ 2 MLA-മാരുണ്ട്. അതുകൊണ്ട് തന്നെ അനന്തപുരി കാവി പുതച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. കൊല്ലത്ത് അതിൻ്റെ ഒരു തുടക്കവും കുറിക്കാൻ സാധിച്ചു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ഒന്ന്, ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ജയിച്ചു എന്നുള്ളത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥികളുടെ എല്ലാവരുടെയും വോട്ട് വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമായിട്ടുണ്ട്. അത് ഇനി വരുന്ന ദിവസങ്ങളിൽ BJPയുടെ സ്വാധീനം
കൂടുതൽ വർദ്ധിപ്പിക്കാനും അതോടൊപ്പം ഈ രണ്ട് MLA-മാരും അതോടൊപ്പം കോർപ്പറേഷനും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാനുള്ള ഒരു സാഹചര്യം, അങ്ങനൊരു സാഹചര്യം ഇതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ കഴക്കൂട്ടത്തെ സംബന്ധിച്ച് നമുക്കറിയാം ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വികസനം വരേണ്ട മണ്ഡലമാണ്. എന്നാൽ ഇപ്പോഴും നമുക്കറിയാം കുടിവെള്ള പ്രശ്നം പോലെ തെരുവുനായ ശല്യം പോലുള്ള ചെറിയ പ്രശ്നങ്ങൾ കൂടി, ചെറിയ പ്രശ്നങ്ങളായിട്ട് കാണുകയില്ല, പക്ഷേ ഇതുപോലും വലിയ രീതിയിൽ ബാധിക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. എങ്ങനെയാണ് അതിനൊക്കെ ഒരു പരിഹാരം കാണാനുള്ളൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഞങ്ങൾ ഈ വിഷയത്തിൽ ക്രാഫ്റ്റിംഗ് കഴക്കൂട്ടം 2036 അടുത്ത 10 വർഷത്തേക്കുള്ള ഒരു മാസ്റ്റർ പ്ലാൻ അത് ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ അതിനെ പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ആ ശ്രമമാണ് MLA എന്നുള്ള നിലയിൽ എൻ്റെ ചുമതലയായിട്ട് ഞാൻ സ്വയം കണക്കാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു CPM തന്നെ ഭാരതത്തിൽ നിന്ന് തുറച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വലിയ ഒരു രീതിയിലുള്ള ഒരു മാറ്റമാണ് രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഒരു നാഷണൽ പൊളിറ്റിക്സിനെ സംബന്ധിച്ചും നമുക്ക് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഒരു രീതിയിലും ഒരു പ്രാധാന്യമില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായത്. എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക? ഇപ്പോൾ 10 വർഷം ഭരിച്ചതിന് ശേഷം CPM ഭരണത്തിൽ നിന്ന് പുറത്താവുമ്പോൾ ബംഗാളുമായിട്ട് ഞാൻ താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ ബംഗാളിൽ ഏതാണ്ട് 30 വർഷം ഭരിച്ചതിന് ശേഷമാണ് അവർ പുറത്തായത്. ഇപ്പോൾ അവർ ഇത്തവണ ഇന്നലത്തെ കണക്ക് ഞാൻ നോക്കിയപ്പോൾ ഇടയ്ക്ക് അവർ ഒരു സീറ്റോ മറ്റോ ലീഡ് ചെയ്യുന്നു എന്ന് കാണിച്ചിരുന്നു. അവസാനം റിസൾട്ട് വന്നപ്പോൾ അത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും 30 വർഷം ഭരിച്ചൊരു പാർട്ടി ഒരു സീറ്റിൽ ഒതുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഈ CPM ഭരിച്ച സ്ഥലങ്ങളിലൊക്കെയുള്ള സാഹചര്യം. സമാനമായിട്ടുള്ള സ്ഥിതി കേരളത്തിലും. ഇപ്പോൾ 10 വർഷം ഭരിച്ചു, പക്ഷേ ആ മുഖ്യമന്ത്രിക്ക് പോലും 6 റൗണ്ട് വരെ പിന്നിൽ നിൽക്കേണ്ടി വന്നു. അവർ ഇത്തവണ 10-25 സീറ്റ് ഒരുപക്ഷെ ജയിക്കുമായിരിക്കും. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്ര കാലഹരണപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രവുമായിട്ട് മുന്നോട്ട് ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ ജനങ്ങളത് അധികകാലം ആ പാർട്ടിയെ പിന്തുണച്ച് പോകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന കാലത്ത് BJP-യും UDF-ഉം തമ്മിലുള്ള ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമുക്കറിയാം ബംഗാളിലും നമ്മൾ ആദ്യം 3 സീറ്റിലാണ് തുടങ്ങിയത്. ഇന്ന് ബംഗാൾ ഭരിക്കുന്നത് BJP ആണ്. കേരളത്തിൽ ഇത്തവണ നമുക്ക് 3 സീറ്റാണ്. അപ്പോൾ അടുത്ത ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും നമുക്കൊരു BJP സർക്കാർ തീർച്ചയായിട്ടും അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 2029-ൽ ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എതിരാളി എന്നുള്ള സ്ഥിതിയിലേക്ക് വരാൻ പോകും. അപ്പോൾ അത് അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇനി വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ മുരളിയേട്ടൻ ഒരുപാട് കാലമായി BJP-ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു ഒരു യുവാവായിരിക്കുന്ന കാലഘട്ടം മുതൽ വലിയ രീതിയിൽ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. എത്രത്തോളം സന്തോഷം നൽകുന്നതാണ് വ്യക്തിപരമായി ഈ വിജയം? അല്ല, ഇതിലിപ്പോൾ വ്യക്തിപരമായിട്ടുള്ള സന്തോഷത്തിൻ്റെ വിഷയമേ ഇല്ല. കാരണം ഞങ്ങളൊക്കെ ഈ തരത്തിലുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ആദ്യമായിട്ട് അത്തരത്തിലുള്ള ഒരു ബന്ധമുണ്ടാകുന്നത് വിദ്യാർത്ഥി പരിഷത്തുമായിട്ടാണ്. അതുകൊണ്ട് ABVP-യുടെ പ്രവർത്തകനാകുമ്പോൾ നമ്മളൊരിക്കലും ആഗ്രഹിച്ചിട്ടേ ഇല്ല എന്തെങ്കിലും MLA ആവണമെന്നോ MP ആവണമെന്നോ ഒന്നും. ആഗ്രഹിക്കുക എന്നുള്ളത് ഒരു ABVP-യുടെ പ്രവർത്തനത്തിലില്ലായിരുന്നു. അതോടൊപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം പുറത്തുള്ള സാഹചര്യത്തിലും ഇല്ലായിരുന്നു. അവിടെ നിന്ന് ഇന്ന് MLA ആയിട്ടും BJP-ക്ക് 3 MLA-മാരുണ്ടാകുന്ന ഒരു സഭയും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമൊക്കെ വരുമ്പോൾ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ള പ്രേരണ, ആ പ്രേരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. അതിൽ കഴക്കൂട്ടത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്.
ഇപ്പോഴും കഴക്കൂട്ടത്ത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ജീവിത നിലവാരം വളരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടും പുണ്യമായിട്ടും ഞാൻ കണക്കാക്കുന്നത്. പണ്ട് BJP-ക്കാർക്ക് നിയമസഭയുടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ വേണമെങ്കിൽ സന്ദർശക പാസ് തരാമെന്ന് പറഞ്ഞവരുണ്ട്. നിങ്ങൾക്കൊന്നും കയറാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഈ ഒരു സന്ദർഭത്തിൽ? BJP-ക്കാർക്ക് വിസിറ്റേഴ്സ് ഗാലറിയിൽ മാത്രമേ സ്ഥലമുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരടക്കമുള്ള ആൾക്കാരുണ്ട്. അവരുടെ പാർട്ടി ഇന്ന് പല സംസ്ഥാനങ്ങളിലും അവർക്ക് വിസിറ്റേഴ്സ് ഗാലറി കയറാൻ ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അതിനുവേണ്ടി പാസ് കൊടുക്കണമെങ്കിൽ ഒരു MLA വേണം. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളിടയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളും ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരും അങ്ങനെയുള്ളവരെ ജനങ്ങൾ അംഗീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ അംഗീകാരം അല്പം വൈകിയാണെങ്കിലും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെയും തേടിയെത്തിയിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കൂട്ടായിട്ട് നടത്തും. ഈ കടകംപള്ളിക്ക് കടും പൂട്ടിയിട്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനൊരു മറുപടി തരാനുണ്ടാകും? അല്ല, ഈ അദ്ദേഹം ഒരു വലിയ തന്ത്രശാലിയും പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ള ഒരാളുമാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാ ദുഃഖങ്ങളിലും സന്തോഷത്തിലും പങ്കാളിയാവുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ വിഷമങ്ങളിലും സന്തോഷത്തിലും പങ്കാളിയാവുന്ന ആൾ എന്നുള്ള നിലയിൽ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുണ്ട്. അതോടൊപ്പം സംഘടനാപരമായിട്ടുള്ള മറ്റൊരു തലമുണ്ട്. 3 കേന്ദ്ര സർക്കാരിൽ മന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം അത് വേറൊരു തലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ, ഈ ഘടകങ്ങളൊക്കെ ഒരുമിച്ച് വരുമ്പോൾ ഏത് വലിയ കുലകൊമ്പനും അവസാനം മുട്ടുകുത്തേണ്ടി വരും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാണ്. അപ്പോൾ തന്നെ എങ്ങനെയാണ് ഒരു കേന്ദ്രമന്ത്രി ആയിരുന്ന ഒരു പരിചയ സമ്പത്ത് എത്രത്തോളമായിരിക്കും നിയമസഭയിലേക്ക് എത്തുമ്പോൾ? അതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും വലിയ പ്രയോജനപ്രദമായിട്ട് മാറുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തന ശൈലിയും കേന്ദ്ര സർക്കാരിൻ്റെ ശൈലിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എങ്കിലും പാർലമെൻറ്റിലെ അനുഭവം നിയമസഭയിൽ മുതൽക്കൂട്ടാകും. പാർലമെൻറ്റിലെയും പൊതുപ്രവർത്തനത്തിലെയും അനുഭവം ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും സഹായകരമാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോൾ നമുക്കറിയാം, പിണറായി വിജയൻ, മമതാ ബാനർജി, MK സ്റ്റാലിൻ സനാതനധർമ്മത്തെ എതിർത്തവർ അല്ലെങ്കിൽ നാഷണലിസ്റ്റ് ചിന്താഗതികൾ ഒരു ചെറിയ രീതിയിൽ പോലും ഇല്ലാതിരുന്ന മനുഷ്യരാണ്. ഇവരെല്ലാവരെയും മായ്ച്ചു കളയാൻ പറ്റിയ ഒരു തിരഞ്ഞെടുപ്പാണ്. ആ ഒരു വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അതാണ്. ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്കും ഇന്ത്യയുടെ ദേശീയ ചിന്തയ്ക്കും എതിരായിട്ട് നിന്നുകൊണ്ട് അവർക്ക് ജനങ്ങളിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നുള്ള അവരുടെ തെറ്റിദ്ധാരണ, ആ ധാരണ തെറ്റായിരുന്നു എന്നുള്ളത് ജനം തന്നെ മറുപടി നൽകി. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് മറ്റുള്ളവർക്കും കൂടി ഒരു പാഠമായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം ഈ തിരക്കുകൾക്കിടയിൽ നമുക്കൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്. ഓൾ ദി ബെസ്റ്റ്. സന്തോഷം. താങ്ക് യു.